ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താണെന്നുള്ളത് കണ്ടു. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ടു നോ ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിങ് എ പീരീഡ്. ഓക്കെ, അതേപോലെ തന്നെ ടു അണ്ടർസ്റ്റാൻഡ് ദ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഓഫ് എ ഫേം. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ ടു അസസ് ദ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദി ഫേം. ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ നമുക്ക് ബാലൻസ് ഷീറ്റ് ഉപയോഗിക്കാം, പക്ഷേ ഫിനാൻഷ്യൽ കണ്ടീഷൻ അറിയാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ഫ്രെയിമിംഗ് സ്യൂട്ടബിൾ ഡിവിഡൻഡ് പോളിസി. ഓക്കെ, ദെൻ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ദ റിസോഴ്സസ് ഹാവ് ബീൻ പ്രോപ്പർലി യൂട്ടിലൈസ്ഡ് ഓർ നോട്ട്. അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, നമുക്ക് കിട്ടുന്ന റിസോഴ്സസ്, ഇപ്പോൾ സപ്പോസ് നമ്മൾ ലോൺ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന ഫണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വരുന്ന ഫണ്ട്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ കിട്ടുന്ന ഫണ്ടുകളൊക്കെ നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങോട്ടാണ് പോകുന്നത്? ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ കറൻറ്റ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നെറ്റ് പ്രോഫിറ്റായിട്ട് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റിസോഴ്സസ് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ദെൻ ടു അസസ് ദ ഗ്രോത്ത് ഓഫ് ദി ഫേം. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ബജറ്റിംഗ്. ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് കം ടു importance or benefits or uses of fund flow statement. ബെനിഫിറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ അനലൈസിങ് ദ ഫിനാൻഷ്യൽ ഓപ്പറേഷൻ. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അതിൻ്റെ നെറ്റ് ഫൈനൽ റിസൾട്ട് മാത്രമേ തരുള്ളൂ. അപ്പോൾ അതായത് സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. സോ അതിൻ്റെ ആ ഓപ്പറേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അതുപോലെ ഇറ്റ് ഗിവ് ആൻസേഴ്സ് ടു കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ഓഫ് ജനറൽ ഇൻട്രസ്റ്റ്. സോ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് കാണുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണുന്ന ഒരു സാധാരണ ആൾക്ക്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് അവർക്ക് കുറേ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാം. അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ആൻസർ നമുക്ക് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് കിട്ടുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വൈ ആർ നെറ്റ് കറൻറ്റ് അസറ്റ്സ് ലെസ്സർ ഇൻ സ്പൈറ്റ് ഓഫ് ഹയർ പ്രോഫിറ്റ്. ചിലപ്പോൾ ചില കമ്പനികളിൽ ഹയർ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, പ്രോഫിറ്റ് വളരെ കൂടുതലായിരിക്കും, പക്ഷേ നെറ്റ് കറൻറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ കറൻറ്റ് അസറ്റിൽ നിന്നും കറൻറ്റ് ലയബിലിറ്റി കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അതുണ്ടായിട്ടുള്ളത്? അപ്പോൾ നമുക്കറിയാം കറൻറ്റ് അസറ്റ്സിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു എലമെൻറ്റ് കൂടുതലാവുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റ് അസറ്റിൽ വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് പോയിന്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ വാട്ട് ഹാപ്പൻഡ് ടു ദ പ്രോഫിറ്റ്സ്, വേർ ഡിഡ് ദേ ഗോ. പ്രോഫിറ്റ്സ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, അത് എങ്ങോട്ടാണ് പോയിട്ടുള്ളത്, നമ്മൾ റിസർവായിട്ട് വെക്കുകയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ വാട്ട് ഹാപ്പൻഡ് ടു ദ പ്രൊസീഡ്സ് ഓഫ് ഇഷ്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന പ്രൊസീഡിങ്സ് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് ഉപയോഗിച്ച് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആൻഡ് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ഡെറ്റ്. നമുക്ക് ഡെറ്റ് ഉണ്ടെങ്കിൽ ആ ഡെറ്റ് നമ്മൾ റീപേ ചെയ്യാൻ നമുക്കൊരു സോഴ്സ് വേണം. അതായത് എന്തൊക്കെ ഫണ്ടുകൾ, നമ്മൾ സാധാരണ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ലോണിന് ഇൻട്രസ്റ്റും കൊടുക്കണം, അതേസമയം പ്രിൻസിപ്പൽ എമൗണ്ടും കൊടുക്കണം. സോ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ എങ്ങനെ കൊടുക്കും, അതിന് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് സോഴ്സ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ ഈ പറയുന്ന കോംപ്ലക്സ് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ സെറ്റിംഗ് അപ്പ് ഓഫ് പ്രോപ്പർ ഡിവിഡൻഡ് പോളിസി. ഓക്കെ, ഡിവിഡൻഡ് പോളിസി നമ്മൾ ഒബ്ജക്റ്റീവ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ളൊരു ഡിവിഡൻഡ് പോളിസി ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. എ പ്രോജക്റ്റഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വിൽ ഹെൽപ്പ് ടു അലോക്കേറ്റ് ദ റിസോഴ്സസ്. സോ നമുക്ക് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യാൻ, റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിൽ എല്ലാം വരും, ക്യാഷ് ഐറ്റംസ് വരും, ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് ഐറ്റംസ് വരും, അല്ലാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സസുകളും അതിൽ ഉൾപ്പെടും. സോ അതിന് നമുക്ക് കറക്റ്റായിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്സ് ഇൻ അപ്രൈസിങ് ദ യൂസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ.
That is, fund flow statement tells how effectively the fund has been used by the firm. എത്രത്തോളം നമുക്ക് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ടു നോ ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ഫേം. യൂഷ്വലി ബാങ്ക് ആസ്ക് ഫോർ ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ് ടു അസസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദി ഫേം. സപ്പോസ് നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ നിന്നും ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയേണ്ടത് നമ്മളുടെ ക്രെഡിറ്റ് വർത്തിനെസ് എത്രയാണ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഒരു ഫ്യൂ ഇയേഴ്സിലുള്ള ബാലൻസ് ഷീറ്റ് കാണുന്നതിനേക്കാളും ചില ബാങ്കുകൾ ആവശ്യപ്പെടുക ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അതിലൂടെ കറക്റ്റായിട്ട് ആ ക്രെഡിറ്റ് വർത്തിനെസ് എത്ര ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. സോ ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓർ യൂസസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഈ ഇമ്പോർട്ടൻസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഇമ്പോർട്ടൻസ് ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്, അതുപോലെ ലോങ് ടേം ക്രെഡിറ്റേഴ്സിന് എങ്ങനെയാണ്, ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിന് എങ്ങനെയാണ്, മാനേജ്മെൻറ്റിന് എങ്ങനെയാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ്. അതിൽ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, അവരുടെ ബിസിനസ്സിനുള്ള ഫണ്ട്, ബിസിനസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ ഫണ്ട് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അതായത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സാണ്. സോ ഓണേഴ്സിന് അതറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടുന്നത്, ലോൺ എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ലോൺ എന്താ പറയുക, ഡിബഞ്ചേഴ്സ് ആണോ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ഇൻഡിക്കേറ്റ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കാനും, ആൻഡ് ടു നോ ദ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു പേ ഡിവിഡൻഡ്. ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഡിവിഡൻഡ് ആണ് കിട്ടുക. സോ അവർക്ക് ഡിവിഡൻഡ് കിട്ടുക എപ്പോഴാണ്, പ്രോഫിറ്റ് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെയും എക്സസ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുക. ഓക്കെ, സോ അവർക്ക് കിട്ടാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ കപ്പാസിറ്റി എത്രയാണ്, എബിലിറ്റി എത്രയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ലോങ് ടേം ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അറിയേണ്ടത് അവർക്ക് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കിട്ടുമോ, പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് മാത്രമല്ല അവർക്ക് അവരുടെ ലോണ് അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുത്തിട്ടുള്ള ആ പീരീഡിൻ്റെ ഉള്ളിൽ അവർക്ക് റീപേ ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അതൊക്കെ മനസ്സിലാക്കാൻ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലൂടെ സാധിക്കും. ദെൻ ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കറിയേണ്ടത് അവരുടെ ഫണ്ട് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ. അതായത് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഫണ്ടൊക്കെ സാധാരണ നമ്മൾ ബിസിനസ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ. പിന്നെ അതുപോലെ അവർക്ക് ഷോർട്ട് ടേം ക്രെഡിറ്റേഴ്സിനാണെന്നുണ്ടെങ്കിലും അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് ടൈമിൽ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് അറ്റ് ലാസ്റ്റ് മാനേജ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ കൊണ്ട്. കാരണം മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സോ ഇവിടെ പറയുകയാണെങ്കിൽ പ്ലാനിങ് ടെമ്പററി ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, നമുക്ക് താൽക്കാലികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. അതുപോലെ ഇവാലുവേറ്റിംഗ് പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, formulating sound dividend policy, estimating future working capital requirement, testing whether the working capital is effectively utilized or not, taking appropriate decisions regarding purchase of asset. ഇപ്പം നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഏത് ഫണ്ടാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസിഷൻ എടുക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ ഐഡൻറ്റിഫൈയിങ് അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഫിക്സഡ് അസറ്റ്, അണ്ടർസ്റ്റാൻഡിങ് ദ റീസൺ ഫോർ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഇഫ് എനി, planning for redemption of long-term debts, ascertaining fund from operation. അതായത് നമ്മളുടെ ബിസിനസ് ഓപ്പറേഷൻസിൽ നിന്നുണ്ടാകുന്ന ഫണ്ട്, നമുക്ക് സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് കാണിക്കുന്നത് പ്രോഫിറ്റാണ്, ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്. ഈ നെറ്റ് പ്രോഫിറ്റിൽ കുറേ നമ്മൾ നേരിട്ട് നടക്കുന്ന, അതായത് ലിക്വിഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അതേസമയം ഡിപ്രീസിയേഷൻ, അതുപോലെയുള്ള നമുക്ക് കാണാൻ പറ്റാത്ത ഇംപ്ലൈഡ് ആയിട്ടുള്ള കുറച്ച് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കറക്റ്റ് ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിൽ നിന്നും കറക്റ്റായിട്ട് കിട്ടുന്ന വരുമാനം എന്താണ് എന്നുള്ളത്, റവന്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെയാണ് ഫണ്ട് ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്നത്. സോ അത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ പ്രോപ്പർ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, ഐഡൻറ്റിഫൈയിങ് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് ദി ഓർഗനൈസേഷൻ, ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. Then next, what are the limitations of fund flow statement? സോ ഏതൊരു കാര്യത്തിനും ബെനിഫിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതേസമയം അതിന് എന്തെങ്കിലുമൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇറ്റ് ഗിവ്സ് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ. ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റേനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മൾ റേഷ്യോ അനാലിസിസിലൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ അത് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് കനോട്ട് റിവീൽ കണ്ടിന്യൂസ് ചേഞ്ച്. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഈ പറഞ്ഞതുപോലെ 2 വർഷം ത്തിൻ്റെ ഇടയിൽ, അതായത് 2 വർഷത്തെ ബാലൻസ് ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഒന്നും നമ്മൾ ഇതിൽ പിക്ചറൈസ് ചെയ്യുന്നില്ല. അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ ഇറ്റ് ഈസ് നോട്ട് എൻ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് ഓൺലി എ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഗിവൺ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ സ്ട്രക്ചറോ ഷെഡ്യൂളോ ഒന്നുമില്ല. അത് ഒരു റീ അറേഞ്ച്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡാറ്റയെ നമ്മൾ റീ അറേഞ്ച് ചെയ്യുക മാത്രമാണ് ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. ദെൻ ചേഞ്ചസ് ഇൻ ക്യാഷ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, ചേഞ്ചസ് ഇൻ ക്യാഷ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് ചേഞ്ചസ് ഇൻ ക്യാഷ്. കാരണം വർക്കിംഗ് ക്യാപിറ്റലിൽ എല്ലാം ഉണ്ടാകും, ക്യാഷ് മാത്രമല്ല. അപ്പോൾ അത് ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ത്രോ ലൈറ്റ് ടു എ പാർട്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് ദാറ്റ് ഈസ് റിഗാർഡിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഓക്കെ, അതായത് നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെയോ ബാലൻസ് ഷീറ്റിനെയോ പിന്നെ ഒക്കെ പകരം വയ്ക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഇറ്റ് ത്രോ ലൈസ് ടു എ പാർട്ട് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്. ചില ഐറ്റത്തിന്, ബാലൻസ് ഷീറ്റിലെ ഐറ്റത്തിന് നേരെ നമുക്ക് ചില സംശയങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എന്താ പറയുക, ഒരു ഡൗട്ട്സുകളൊക്കെ സംശയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ അതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടാകും. അപ്പോൾ അതാണ് പിന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത്. ദെൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. സോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ദിസ് ആർ പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ സോഴ്സസ് ആൻഡ് യൂസസ് ഓഫ് ഫണ്ട്. അതേസമയം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്. അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഡീൽസ് വിത്ത് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ. അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിക്സ്ചർ ഫോമാണ്. പക്ഷേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ റവന്യൂ ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ദെൻ ബോത്ത് സൈഡ് ഓഫ് ദി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈക്വൽ. എപ്പോഴും ഈക്വൽ ആയിരിക്കും, അതായത് സോഴ്സസ് ഈസ് ഈക്വൽ ടു യൂസസ് ആയിരിക്കും. പക്ഷേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 സൈഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് എ സബ്സിഡിയറി സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതേസമയം ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അത് കമ്പനീസ് ആക്ട് പ്രകാരം കമ്പൽസറി ആണ്, മറ്റേത് കമ്പൽസറി അല്ല. ദെൻ നെക്സ്റ്റ് ബാലൻസ് ഷീറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ബാലൻസ് ഷീറ്റ് ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ് ആണ്, പക്ഷേ ഫണ്ട് ഫ്ലോ ഒരു ഡൈനാമിക് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ദെൻ ബാലൻസ് ഷീറ്റ് ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഇപ്പോൾ 31 മാർച്ചിനാണെങ്കിൽ അന്നത്തെ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷനാണ് കാണിക്കുക. പക്ഷേ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ദ ചേഞ്ചസ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ദെയർ കോസസ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് ദ എൻഡ് റിസൾട്ട് ഓഫ് ഓൾ അക്കൗണ്ടിങ് ഓപ്പറേഷൻസ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എൻഡ് റിസൾട്ടാണ്. അതേസമയം ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം, പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അതായത് പോസ്റ്റ് ബാലൻസ് ഷീറ്റ് എക്സസൈസ് ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് കമ്പൽസറി ആണെങ്കിലും ദർ ഈസ് നോ ലീഗൽ ഒബ്ലിഗേഷൻ ടു പ്രിപ്പയർ ദി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ അസറ്റും ലയബിലിറ്റീസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സോഴ്സസും അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഴ്സസും യൂസസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്.